കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരത്ത്, ഈ മഴയിലായിരിക്കണം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതല്ലേ? എന്താണ് നിലവിലത്തെ ഈ അപകടം സംബന്ധിച്ച ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? എന്തെങ്കിലും കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വിനിഷ, ഇതൊരു വലിയ അപകടമാണ്. ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. കൊടകര പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്. അതിൻ്റെ ഒരു ഭാഗം തകർന്നു വീഴുകയാണ് ചെയ്തത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. കെട്ടിടത്തിനകത്ത് 17 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന ആദ്യ വിവരം. എന്നാൽ അതിലെ 14 പേർ കെട്ടിടം തകർന്നു വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു. 3 പേർ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇവർക്ക് വേണ്ടിയിട്ട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നിട്ട് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന 3 പേരുണ്ട് എന്നാണ് ഇത്തരത്തിൽ അവരുടെ കൂടെ ജീവിക്കുന്ന മറ്റാളുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും അവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 6 മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം. ഇന്നലെ രാത്രി മുഴുവൻ പ്രദേശത്ത് വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഈ മഴയിൽ കുതിർന്ന ഇരുനില ഓടിട്ട കെട്ടിടമാണ് തകർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കെട്ടിടം പൊളിച്ചു മാറ്റുകയും കെട്ടിടത്തിനകത്തുള്ളവരെ കണ്ടെത്താൻ ശ്രമിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം, ഈ കുടുങ്ങിക്കിടക്കുന്നു സംശയിക്കുന്ന 3 പേർക്ക് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. വിനിഷ, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ ഏത് നാട്ടുകാരാണ്, ഇവരുടെ പേരെന്താണ് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും 17 പേരാണ് ഉണ്ടായിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. അവർ രാവിലെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ കെട്ടിടം തകർന്നു വീഴുന്ന ശബ്ദം കേട്ടത്. അതുകൊണ്ട് തന്നെ 14 പേർ ഓടി രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ 3 പേർ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വിനിഷ, വലിയൊരു അപകടമാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ശരത്ത്. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഒന്നാകെ ഇടിഞ്ഞ് പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയൊരു അപകടം തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? ഈ മണ്ണുവെട്ട് കൊണ്ട് മാത്രം മണ്ണ് നീക്കിയാൽ അവരെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ? വിനിഷ പറഞ്ഞ പോലെ തന്നെ ഒരു വീടിൻ്റെ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നു വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ മൺകൂന അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇത്തരത്തിൽ മൺവെട്ടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അധികം വേഗം തന്നെ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അവിടുത്തെ മണ്ണ് മാറ്റുകയും മണ്ണിനടിയിൽപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുമെന്നാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാത്രി തൊട്ടിട്ട് ഇന്നലെ രാത്രി 7 മണി മുതൽ പ്രദേശത്ത് നല്ല മഴയുണ്ടായിരുന്നു. ജില്ലയിൽ പരക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഈ മഴയിൽ കുതിർന്ന ഓടിട്ട ഇരുനില കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ അവിടെ ആദ്യഘട്ടത്തിൽ എത്തിയത് നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടം വീഴുന്ന ശബ്ദവും കെട്ടിടം വീണ് കിടക്കുന്നതും കണ്ട് നാട്ടുകാർ തന്നെയാണ് ആദ്യം ഓടിയെത്തിയത്. അവർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത സമയത്ത് തന്നെ JCB ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് മണ്ണ് മാറ്റി കുടുങ്ങിക്കിടക്കുന്ന 3 പേരെ പുറത്തെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് അവിടെയുള്ളവർ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. വിനിഷ, ശരത്ത്, ചെറിയൊരു അപകടമല്ല, കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തകർന്നതുമല്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഒരു ഭാഗം ഒന്നാകെ തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു, ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം, അല്ലെങ്കിൽ ഈ ഒരു അപകടാവസ്ഥ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പോ, അല്ലെങ്കിൽ അവിടെ വാസയോഗ്യമല്ല എന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഈ അതിഥി തൊഴിലാളികളാണെങ്കിൽ കൂടി മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലമാണല്ലോ. വിനിഷ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കെട്ടിടം പൂർണ്ണമായി പൊളിച്ചു മാറ്റും നിലവിൽ എന്ന് മാത്രമാണ് പറയുന്നത്. അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബലക്ഷയമുള്ള കെട്ടിടമാണെന്ന് അടയാളപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്ത കെട്ടിടമാണോ എന്ന് അറിയുന്നില്ല. ഒരു സാധാരണ ഒരു ഇരുനില വീടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ മഴയിൽ കുതിർന്നതിനെ തുടർന്ന് അത് തകരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ വരും മണിക്കൂറുകൾ മാത്രമായിരിക്കും പറ്റുക. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ വീണ്ടും അവിടെ വാടകയ്ക്ക് കൊടുത്തതാണോ, ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ തകരാൻ സാധ്യതയുള്ള മറ്റെന്തെങ്കിലും പ്രവർത്തികളോ ഉണ്ടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾക്കകത്തൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ 3 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ 3 പേരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനകത്ത് പഞ്ചായത്തും അല്ലെങ്കിൽ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാം ഒറ്റ മനസ്സോടുകൂടി ആ 3 പേരെ കുടുങ്ങിക്കിടക്കുന്ന 3 പേരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനിഷ, ശരത്ത്, ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അത് മൺകട്ട കൊണ്ട് കെട്ടിയ വീടാണ് എന്നാണ്. അതിനാൽ തന്നെ മഴ പെയ്യുമ്പോൾ അത് സ്വാഭാവികമായി കുതിരാനും തകർന്നു വീഴാനും ഒക്കെയുള്ള അപകട സാധ്യതകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അത് കൂടുതൽ ദുസ്സഹമാകില്ലേ? വളരെ പെട്ടെന്ന് ആ 3 തൊഴിലാളികളെയും കണ്ടെത്തേണ്ടതുണ്ട്, രക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടെ ഊർജിതമാക്കേണ്ടതില്ലേ? ഏത് രീതിയിലാണ് നിലവിൽ അവിടെ സംഭവ സ്ഥലത്തെ രക്ഷാപ്രവർത്തനം? ഒപ്പം മഴ പെയ്യുന്നുണ്ടോ? കാലാവസ്ഥ ഏത് രീതിയിലാണ്? വിനിഷ, നിലവിൽ പ്രദേശത്ത് മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അത് രക്ഷാപ്രവർത്തനത്തിന് ചെറിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് നൽകുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. സജ്ജമായിട്ടുള്ള എല്ലാ വഴികളും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രാദേശികമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ മെഷീനറീസ് വരണോ, കൂടുതൽ ആളുകൾ വരണോ, ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതൽ വരണോ എന്ന കാര്യത്തിനകത്ത് വരും മിനിറ്റുകൾ തന്നെ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ തന്നെ തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഇതിനകത്ത് 3 പേർ കുടുങ്ങിയിട്ടുണ്ട് എന്ന അവിടെ താമസിച്ചിരുന്നവർ പറയുമ്പോൾ പോലും അവർ ആരൊക്കെയാണ്, അതിനകത്ത് എന്ത് സാഹചര്യത്തിലാണ് തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പിന്നെ വിനിഷ പറഞ്ഞ പോലെ മൺകട്ട ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ്. നമ്മൾ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്, മൺകട്ട ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ്, പഴയ വീടാണ്. സ്വാഭാവികമായിട്ടും പഴയ വീടുകളെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് നിർമ്മാണം സാധാരണ ഉണ്ടാവാറുള്ളത്. ഇത്തരത്തിൽ മൺകട്ട ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള വീട് മഴയിൽ കുതിരുക, കാലപ്പഴക്കം കൂടി ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതുതന്നെയാണ് ഇതിൻ്റെ അപകടത്തിലേക്ക് വഴിവെച്ച് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റേതെങ്കിലും രീതിയിലുള്ള കാരണങ്ങൾ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന കാര്യത്തിനകത്ത് നമുക്ക് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. വിനിഷ.